ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വീഡിയോയ്ക്ക്. കുറച്ച് ലാഗും ഒക്കെ ഉണ്ടാവും. പയ്യെ പയ്യെ വീഡിയോസൊക്കെ എടുത്ത് അത് ഓക്കെ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 97 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-3 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന 2-3 മെസ്സേജാണ് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. സ്റ്റാർട്ട് ചെയ്യാമോ എന്നല്ല, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ, ഇനി തുടങ്ങണം. അപ്പം ഞാൻ ഇവിടെ ജർമ്മനിയിൽ ഔപ്പേറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. എല്ലാവരും സൺഡേ ആയതുകൊണ്ടും ഒരു പരിപാടിക്ക് കേട്ട് പോയേക്കാണ്. അപ്പോൾ എന്താ, ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പോയി പല്ല് തേക്കണം, പല്ല് തേച്ചിട്ടില്ല. എൻ്റെ പഴയ ബ്രഷ് ഒരു പരിവായി കണ്ടോ, ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് എടുക്കാം. പുതിയ ബ്രഷ് കട്ട് ചെയ്യണം. സുനാക്കേൻ്റെ കയ്യിലില്ല, കത്തി വെച്ച് കട്ട് ചെയ്യും. ഈ കുഞ്ഞി കത്തി ഞാൻ എൻ്റെ റൂമിൽ വെച്ചേക്കുന്നതാണ്, എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. കത്രിക ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണാനില്ല. അപ്പം കത്തി തന്നെ വെച്ച് സെറ്റ് ചെയ്യാം. പൊള്ളിയുള്ളല്ലോ ഇത്, എന്തെത്ര പാട്. യെസ്, നമുക്കത് പുതിയ ബ്രഷ് വെച്ച് പല്ല് തേക്കാം. ഇനി നമ്മുടെ മെയിൻ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പേസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെ ഇത്, ഒന്നാമത് ഇവിടെ തണുപ്പും, ഇന്നിപ്പോൾ ഇച്ചിരി വെയിലുണ്ട്, പക്ഷേ തണുപ്പായതുകൊണ്ട് പേസ്റ്റൊക്കെ ശോകമായി ഒട്ടിയിരിക്കുക. ഞാൻ ജനൽ തുറന്നിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് മങ്ങുന്നതാണ്. ഞാൻ ജനൽ അടയ്ക്കാറില്ല, ഇവിടെ എല്ലാവരും അടച്ച് പൂട്ടിയിട്ടിട്ടാണ് താമസിക്കുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെ ശോകമാണ്. പുറത്ത് നല്ല തണുപ്പുണ്ടാവും, പക്ഷെ എന്നാലും എനിക്ക് ജനൽ തുറന്നിടണം ഗൈസ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ ജർമ്മനിയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. കേൾക്കട്ടെ, ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കാരണം എനിക്ക് മൈക്കില്ല, ഞാൻ സാധാരണ വോയിസിൽ തന്നെ പറയുന്നത്. മൈക്കില്ലാത്ത കാരണം ഒരു ബാക്കിലുള്ള നോയ്സൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ മുടി കെട്ടി വയ്ക്കാം. നല്ല മുടി കൊഴിച്ചിലുണ്ട്, അപ്പം അതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ പോയി. അടുത്ത പിള്ളേർ ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ്. രണ്ടും നല്ല പൊരുത്തം കിട്ട പിള്ളേരാണ്. അവര് എപ്പോഴും ഇങ്ങനെ ഒച്ചപ്പാട് ഇരിക്കുള്ളൂ. ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളെങ്കിൽ എപ്പോഴും ഭയങ്കര വികൃതി ആയിരിക്കുള്ളൂ. അല്ലാത്തപ്പോൾ ഭയങ്കര ഡീസന്റ് പിള്ളേരാണ്. ഞാൻ മാത്രമുള്ളപ്പോൾ ഭയങ്കര കുറുമ്പ. പക്ഷെ പാവങ്ങളാട്ടോ, പാവം പിള്ളേരാ. നമുക്ക് കൈ വാഷ് ചെയ്യാം. 2024 എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇടയ്ക്കും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഓർക്കാണെങ്കിൽ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ആക്കി വീഡിയോ ക്യാപ്ചർ ചെയ്തിടാറുണ്ട്. പക്ഷെ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് ഞാൻ വിചാരിക്കണം. ആവില്ലേ? കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള 97 സബ്സ്ക്രൈബേഴ്സും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ഗതി കെട്ട ആളുകളോ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണെന്ന് വിചാരിക്കും. എൻ്റെ വെറും ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം തുടങ്ങിയതാണത്. എനിക്കറിയാൻ പാടില്ല ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് വിടാൻ, പക്ഷെ എല്ലാവരും ചെയ്യാൻ എനിക്കും ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വീഡിയോസ് ഇടാനുള്ള മൈൻഡ് സെറ്റ് ഇത്രയും വർഷം എടുത്തു ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ കുളിച്ചൊരു പരിവമാകും. പിന്നെ മുടി ഊരുണ്ട്, എവിടെ നോക്കിയാലും എൻ്റെ മുടിയാ.
ഞാൻ നടക്കണോടത്തൊക്കെ എൻ്റെ മുടിയ ഗൈസ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി കിച്ചണിലേക്ക് നേരെ പോവാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. കന്നാസും കടലാസും പോലെ ഇരിക്കുന്നുണ്ടല്ലോ ഞാൻ. ഓക്കെ ഗൈസ്, വാ പോവാം. കണ്ടോ, നേരെ പെരപ്പെരാ വെളുത്തു. സോ കിച്ചണിലേക്ക് പോവാം. ആസ് യൂഷ്വൽ കുട്ടികൾക്ക് ബ്രെഡാണ് കൊടുക്കുന്നത്. അവർ ബ്രെഡായിരിക്കും രാവിലെ മിക്കപ്പോഴും തിന്നുക, അല്ലെങ്കിൽ മ്യൂസ്ലി കൊടുക്കും. പിന്നെ ബ്രെഡാണ്. ഗ്രീൻ ടീ കുടിക്കാം, അതിന് ചൂടുവെള്ളം എടുക്കാം. ഇവിടെ എല്ലാം മെഷീനാണ് ഗൈസ്. കപ്പ് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം ഇതിലേക്ക് വരും. ടീ ബാഗും കൂടി ഇതിലേക്ക് ഇടാണ്. കണ്ടാ ചൂടുവെള്ളം തന്നെ ഉണ്ടാ. ഈ മെഷീനൊക്കെ ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പഠിച്ചതൊക്കെ. കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ സമാധാനമായിട്ട് പിന്നെ എൻ്റെ ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ഞാൻ വിൻഡോൻ്റെ അവിടെ വന്നിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡും ജാമും കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണം മിസ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഞാൻ ആ ഗ്യാപ്പിൽ എൻ്റെ റൂമിൽ പോയി കുറേ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വന്ന് മെഷീനിലിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കാനിട്ട് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ നേരെ പുറത്ത് പെറ്റ്സ് ഉണ്ട് ഇവർക്ക്. 2 ആമക്കുഞ്ഞുങ്ങളാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ആദ്യമായിട്ട്, വീട്ടിൽ ആമക്കുഞ്ഞുങ്ങളെ വളർത്തുന്നതൊക്കെ. ഇവർ വളർത്തുന്നതാണ്, കുഞ്ഞാണ് 2 പേരും. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഞാൻ പോകാറുണ്ട്. ആദ്യം വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കൈ കൊണ്ടൊക്കെ എടുക്കാം, പേടിയൊന്നുമില്ല. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. പുള്ളിക്കാരൻ എന്തായാലും നീന്താനങ്ങാണ്ട് പോകാൻ തോന്നണേ. എന്തെങ്കിലും ആവട്ടെ. ഞാൻ വേറൊരു സാധനം കാണിച്ചിട്ട് ഗൈസ്. പുതിയനിലയാണ് ഗൈസ്, ഇവിടെ നിറച്ചുണ്ട്. ഇത് ഈ ആമക്കൂട്ടന്മാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ വളർത്തുന്നതാണെന്നാണ് ഇവർ പറഞ്ഞത്. നിറച്ചുണ്ട് എന്തായാലും. അത് കഴിഞ്ഞൊരു വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക്. ഇതിൻ്റെ ബാക്കിൽ, ഈ വീടിൻ്റെ ബാക്കിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകണം. കണ്ട ഗൈസ്, എന്ത് ഭംഗിയാന്ന് നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. ഞാൻ മിക്കപ്പോഴും ഇവിടെ ബാക്കിൽ വന്ന് ഇരിക്കാറുണ്ട്. ഇതിൻ്റെ ഫുൾ ചോളമാണ്. ഈ വീടിൻ്റെ ചുറ്റും നിറച്ചും ഇതുപോലെ ചോളം കേട്ടോ. അടുത്തൊന്നും വേറെ വീടുകളൊന്നുമില്ല, ഈ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ. ഇത് പിള്ളേർ കളിക്കുന്ന കുഞ്ഞിപ്പേര്. ഞാനും ഇടയ്ക്ക് പോയിരുന്ന് കളിക്കാറുണ്ട് ഇവരുടെ കൂടെ. പിന്നെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ നല്ല ആകാശം മുകളിലേക്ക് നോക്കിയപ്പോൾ എന്തൊരു ഭംഗിയാന്ന് നോക്ക് ഗൈസ്. പിന്നെ എൻ്റെ ചെറിയ വാക്കിങ് കഴിഞ്ഞ് വന്നു, ഫുഡ് ഉണ്ടാക്കാണ്. ഇതാണ് നൈറ്റ് ഭക്ഷണം. ചിക്കൻ നഗറ്റ്സ് പോലെ തന്നെയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്കെൻ്റെ കറക്റ്റ് പേരൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കണത്. ഇതും പിന്നെ പിസ്സയുണ്ട്, അത് രണ്ടും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് ഓർഡറാക്കി വെച്ചു. പുതിയ പാത്രങ്ങളൊക്കെ എടുത്ത് അതിലേക്ക് വീണ്ടും വെച്ചു. ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ടായി. ഫുഡൊക്കെ കൊടുത്ത് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. വീട്ടിലേക്കൊക്കെ വിളിച്ചു, സംസാരിച്ചു. ഇനി ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം. അതാണ്. അപ്പോൾ ഫ്രഷായിട്ട് വരാം. സോ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസിൽ ടോണർ അടിക്കാം. ഞാൻ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ രാവിലെ കാണിച്ച പോലെ ക്ലെൻസറും ഫേസ് വാഷും യൂസ് ചെയ്തിട്ടാണ് കുളിക്കുന്നത്. സോപ്പും ജെല്ലോ അങ്ങനെയൊന്നും മുഖത്ത് ഉപയോഗിക്കാറില്ല കേട്ടോ. നമുക്ക് അടിക്കാം. സോ ഗായ്സ്, എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം, കിടന്നുള്ള പരിപാടി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്, കാരണം ഇനി ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാനില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. എന്താ പറയുക, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല സജഷൻസോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക.
ഞാൻ അതൊക്കെ മിസ്റ്റേക്കുകളൊക്കെ മാറ്റിയിട്ട് വരുന്നതായിരിക്കും. കാരണം ആദ്യത്തെ വ്ലോഗ് ആയതുകൊണ്ട് നല്ല ലാഗും കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അതെ, എല്ലാവരും പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. ഞാനും പോയി കിടന്നുറങ്ങട്ടെ. വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം ഗൈസ്. ഓക്കെ, ബൈ, സീ യു, ടാറ്റാ.